ഹലോ ഗൈസ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എന്താ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. കോമഡി എന്ന് പറഞ്ഞാൽ മുട്ട കോമഡിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത കോമഡിയാണ്. കൂടുതൽ പറഞ്ഞുകൊണ്ട് സമയം കളയാനില്ല ഗൈസ്. നമുക്ക് ആദ്യം വീഡിയോയിലോട്ട് കിടക്കാം. വിവി ഹിയർ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ വിവി വന്നിട്ട് 2 ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സായി ജാഫർ ഖാൻ്റെ ഒരു 45 മിനിറ്റ് ഉടനീളമുള്ള ഫോൺ കോൺവെർസേഷൻ പുള്ളിയുടെ കയ്യിൽ ഇരിപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് പുള്ളിക്കാരൻ വീഡിയോ ഇട്ടത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സീക്രട്ട് ഏജന്റിന്റെ ഭാര്യ സ്നേഹം വന്നിട്ട് ഒരു ഡയലോഗ്, നിങ്ങൾ ആ ഡയലോഗ് ഒന്ന് കേട്ടു നോക്ക്. സായിയും ജാഫർക്കും തമ്മിൽ ഭയങ്കര എന്താ പറയാ, ഫോൺ വിളിച്ചൊന്നുള്ളതാണ്. ആ 45 മിനിറ്റ് ഫോൺ ധരിക്കുന്നുണ്ടെന്നൊക്കെയാണ് കേൾക്കുന്നത്. വരട്ടെ, പുറത്ത് വരട്ടെ. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എല്ലാ സാധനം വരുന്നുണ്ടെങ്കിലൊക്കെ പ്രൂഫായിട്ട് വരിക. പ്രൂഫ് ഇല്ലാതെ വന്നിട്ട് നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? എനിക്കിപ്പോ പറഞ്ഞൂടെ, എന്നാൽ വേറെ എന്തെങ്കിലും കാര്യം വേണ്ടതാ. ഇവര് 10 മിനിറ്റ് സംസാരിച്ചു, അവര് 5 മിനിറ്റ് സംസാരിച്ചോണ്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞൂടെ? അതിന് സത്യാവസ്ഥ പ്രൂഫ് ഉണ്ടെങ്കിൽ പുറത്ത് വിടുക, അത്ര തന്നെ ഉള്ളൂ. പുറത്ത് വിട്ട് പ്രൂഫായിട്ട് ലവ് വന്നിട്ടുണ്ട്. നമുക്ക് പ്രൂഫ് ഇനി കാണാം ഗൈസ്. ഫോൺ ഈ ഷോയ്ക്കകത്ത് കയറുവാണെങ്കിൽ പറ്റുമെന്നുണ്ടെങ്കിൽ ഈ ഞാൻ എന്റെ പച്ചയ ഭാഷ സംസാരിച്ചോട്ടെ, ആ പല വലിച്ചു കീറി അവരോട് അന്തസ്സായിട്ട് പറയണം. നീ അന്തസ്സായിട്ട് ഗെയിം കളിക്കും, വല്ല പെൺപിള്ളേരെ പാവാടത്തി പിടിച്ചോണ്ട് കിടക്കാതെ ഗെയിം കളിച്ച് ജയിക്കാൻ പറ. ആ നായിന്റെ മോളും അങ്ങനെ ഒന്ന് പറയാമോ? എന്റെ മോളെ പറയണം, നല്ല അന്തസ്സായിട്ട് ഒന്ന് പറഞ്ഞു കൊടുക്കണം. ഗെയിം കളിച്ച് ജയിക്കാൻ പറ, പ്രേമിച്ച് ജയിക്കാതെ ഗെയിം കളിച്ച്. അല്ല, ഞാനിതിനകത്ത് കണ്ടസ്റ്റന്റ് ആയി കയറുമ്പോ ഞാനെന്താണെങ്കിലും ഇതിന്റെ ഒരു ഗെയിം ഉണ്ടാവില്ല ഇപ്പൊ. അതന്നെ ആ കാര്യം ഞാൻ അതെന്താണെങ്കിലും ഞാൻ പറയാനുള്ളത് ഞാൻ പറയും, അത് ഉറപ്പാണ്. എങ്ങനെയെങ്കിലും മോന് ഇപ്പൊ എന്റെ മകൾ ജയിക്കണമെന്നോ അല്ലെ ഇതൊന്നും എനിക്കില്ല, പക്ഷെ എങ്ങനെയെങ്കിലും അവന്റെ ആ ഒരു കോമ്പോയിൽ നിന്ന് ഒന്ന് ഞാൻ കാല് പിടിച്ച് പറയാ, ഞാനൊരു വാപ്പാടെ സ്ഥാനത്ത് നിന്ന് പറയാ, അവന്റെ ആ കോമ്പോയിൽ നിന്ന് എങ്ങനെയെങ്കിലും അവളെ ഒന്ന് മാറ്റിത്തരാമെങ്കിൽ കൂടി പറ്റുമെങ്കിൽ. ഓക്കെ പ്രൂഫ് പുറത്തുവിടാൻ പറഞ്ഞ് അവൻ്റെ അടുത്തേക്ക് ചാർത്തി കൊടുത്ത്. കേട്ടല്ലോ, നമ്മുടെ ബ്ലോക്ക് ഡാഡി ആൻഡ് സായി തമ്മിലുള്ള കോൺവെർസേഷനാണ് ഗൈസ് നിങ്ങളിപ്പോൾ കേട്ടത്. ഗബ്രിയെ വിളിച്ച തെറി കേട്ടോ, യോടി എന്നാണ് വിളിച്ചത്, മനസ്സിലായോ? പുള്ളി പറഞ്ഞ ഡയലോഗ് കേട്ടാ, അവളിനി കപ്പും വേണ്ട ഒരു കോപ്പും വേണ്ട, എനിക്ക് മാനം മതി, എങ്ങനെയും എൻ്റെ പൊന്നുമോനെ കാല് പിടിക്കാൻ ആ കോമ്പോ ഒന്നൊതുക്കിത്താ. ബാപ്പ തന്നെ പറഞ്ഞു, മോടെ പാവാടത്തുമ്പി പിടിച്ചാണ് ലവൻ നടക്കുന്നതെന്ന്. അന്നേരം നമ്മൾ ലവനെ പാവാട ഗബ്രീൻ്റെ പേരിട്ടതിന് എന്തെങ്കിലും കുറ്റം പറയാനുണ്ടോ? ബാപ്പ തന്നെ പറഞ്ഞു, ബ്ലോക്ക് ഡാഡി തന്നെ പറഞ്ഞു, മോടെ പാവാടത്തുമ്പ് പിടിച്ചാൽ ലവൻ നടക്കുന്നതെന്ന്. എൻ്റെ പൊന്നി സ്നേഹേ, നിനക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നു? വെറുതെ ഇരുന്ന് ചെറുക്കൻ്റെ അണ്ണാക്കി കോലിട്ട് കുത്തിയിട്ട് അവൻ എൻ്റെ തെളിവുമായിട്ട് വന്നിട്ടുണ്ട്. ഇതിനിരുന്ന് മറുപടി പറയാൻ നിൽക്കുക കേട്ടാ. സൂപ്പർ സാധനം. എന്റെ പൊന്നോ, എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? നമ്മുടെ ബ്ലോക്ക് ഡാഡി സായിയെ വിളിച്ചത് സ്വാഭാവികം, ഒരു തന്തയുടെ രോദനം. മോനെ എങ്ങനെയെങ്കിലും ഒന്ന് നശിപ്പിച്ച് താടാ എന്ന് പറയുന്നതും രോദനം. നമുക്കങ്ങനെ ഒരു സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് കേസ്. പുള്ളിയെ കുറ്റം പറയാൻ പറ്റത്തില്ല. അപ്പം ഞാനാണ് അവിടെ വന്നതെങ്കിൽ ഞാനും വിളിക്കും, എങ്ങനെയാലും അതൊന്ന് പൊട്ടിച്ച് താതാൻ പറഞ്ഞ് ഞാനും വിളിക്കും, സ്വാഭാവികമാണ്. എന്നിട്ട് സായി പറയുന്നുണ്ട്, എനിക്ക് എൻ്റെതായ ഒരു ഗെയിമുണ്ട്, അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അണ്ണൻ്റെ ഗെയിം എന്തുവാണെന്ന്. അണ്ണൻ അവിടെ സത്യസായി ബാബാവൻ പോയി നടന്നു. ഉണ്ണിക്കണ്ണൻ ഗെയിമാണെന്ന് നമുക്ക് ഇപ്പോഴാണ് മനസ്സിലായത് അണ്ണൻ്റെ ഗെയിം. എന്തായാലും അണ്ണൻ അവിടെ ചെന്ന് വെടിപ്പായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അതവിടെ കഴിഞ്ഞ്. എന്നിട്ട് ഇവൻ എന്തിനടെ പിന്നെ എവിടെ മൂടുതായിക്കൊണ്ട് നടക്കുന്നത്? സായി ഉണ്ണിക്കണ്ണൻ ഇത്രയും കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്നു നമ്മുടെ ബ്ലോക്ക് ഡാഡിയോട്, ഭയങ്കര കമ്മിറ്റ്മെന്റ്. ഈ കോളിന്റെ ഒക്കെ ശക്തി നോക്കണേ ഗൈസ്. കഴിഞ്ഞ പിടിക്കുന്ന സ്നേഹം 1-2 കാര്യങ്ങളോട് പറയുന്നുണ്ട്, നമുക്ക് അതോടെ ഒന്ന് കേട്ടു നോക്കാം. പറയുന്നത് സായിന്റെ എന്റെ അറിവില് സായിന്റെ കുടുംബമല്ല ജാഫർക്ക കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ഇനി എന്റെ അറിവില് സായിന്റെ അമ്മായിയുടെ മോളൊന്നും അല്ല, അമ്മാവന്റെ മോളും അല്ല ജാസ്മിൻ. പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനൊരു ഭാഗത്ത് വല്ല തായ്വര ബന്ധങ്ങൾ വല്ല ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ സ്വന്തം കപ്പ് നേടാതെ സായി എന്തിന് ജാസ്മിന് കപ്പ് മേടിച്ചു കൊടുക്കാൻ വേണ്ടി പോകും? അത് നിങ്ങളൊന്ന് ആലോചിക്കണം. ഈ അലിഗേഷൻസ് ഒക്കെ കേൾക്കുമ്പോൾ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കണം. വെറുതെ ഇട്ടിട്ട് കമന്റ് ഇടേണ്ട ഒരു കാര്യമില്ല. പറഞ്ഞത് പോയിന്റ് കറക്റ്റ് കാര്യമാണ്. ഈ അലിഗേഷൻസ് കേൾക്കുമ്പോൾ നമ്മൾ സത്യസന്ധമായിട്ടാണെങ്കിൽ മാത്രം നമ്മൾ അതിന് ഇതാക്കാൻ നിൽക്കുക. ഇപ്പം എല്ലാം തെളിഞ്ഞില്ലയോ? നമ്മുടെ ബ്ലോക്ക് ഡാഡി വിളിച്ചെന്നും സായി അടുത്ത് കാല് പിടിച്ച് സംസാരിച്ചെന്നും സായി അവിടെ പോയി വെടിപ്പായിട്ട് ജാഫർക്കയുടെ കൊട്ടേഷൻ ഏറ്റ് പരിപാടികളെല്ലാം നടത്തിയെന്നും ഇപ്പം തെളിഞ്ഞല്ലോ. അപ്പം തെളിഞ്ഞേ
വെറുതെ ഇരുന്നല്ല അവൻ്റെ അണ്ണാക്കി കൊണ്ടുപോയി കോലിട്ടിളക്കിയിട്ട് അവനെ കള്ളനാക്കുന്ന തരത്തിൽ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും തോന്നുന്നത് എന്താണ്, വിധി വെറുതെ വന്ന് വായിക്ക് തോന്നിയത് കോതയ്ക്ക് പാടുവാണ്, അവൻ്റെ കയ്യിൽ ഒരു കിണയുമില്ല, അവൻ വെറുതെ പൊട്ടത്തരം വിളിച്ച് പറയുകയാണ്. അന്നേരം അവൻ്റെ ക്രെഡിബിലിറ്റി അവിടെ ചോദ്യം ചെയ്തപ്പോൾ അവനവിടെ പൊട്ടി, സാധനം പൊട്ടി. എന്നാൽ പിന്നെ ദാ കിടക്കുന്ന പിടിച്ചൊന്നും പറഞ്ഞ് അവനെടുത്തങ്ങ് തന്ന്. ചോദിച്ച് മേടിച്ചതല്ലേ ഇത്, വല്ല കാര്യം ഉണ്ടായിരുന്നു? ഇതിനൊക്കെ ആരുത്തരം പറയും? ഈ സായി ഇവിടെ വന്ന് ബിഗ് ബോസിന്റെ റിവ്യൂ അരച്ച് കലക്കി കുടിച്ച് ഫുൾ റൂൾ ബുക്ക് വിഴുങ്ങിയിട്ട് അവൻ്റെ അകത്തോട്ട് പോയി ടീമാര് തൊട്ടിപ്പരിപാടി കാണിക്കാൻ പാടുണ്ടോ? ഒരാൾ വിളിച്ച് പറഞ്ഞെന്നും പറഞ്ഞ് അവിടെ പോയി പറയേണ്ട ഒരാവശ്യമില്ല. ഒന്നാമത്തെ കാര്യം അത് തന്നെ റൂളിന് എഗനിസ്റ്റ് ആണ്. ഈ ബിഗ് ബോസിന്റെ ക്രെഡിബിലിറ്റിയെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള പരിപാടിയാണ് സായി എന്നോടെ ചെയ്തത്. അത് നമ്മൾ പോട്ടെ, എന്നിട്ടും സ്വന്തം ഭാര്യ അടുത്ത് ഒരു വാക്ക് പറയായിരുന്നു അവന് ഇങ്ങനൊക്കെ പരിപാടി ചെയ്യാൻ പോകുന്നതിന് മുമ്പ്. അല്ലെങ്കിൽ ഈ പുള്ളിക്കാരത്തി വിട്ടിരുന്ന് ഇങ്ങനെ മെഴുകേണ്ട ആവശ്യമില്ലായിരുന്നില്ല. ഒന്ന് പറഞ്ഞിട്ട് പോയായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കത്തില്ലായിരുന്നു. എടി അങ്ങനെ എന്നെ വിളിച്ച് ഞാൻ അവിടെ പോയി ഇമാതിരി ഒരു പരിപാടി ചെയ്യും ഒന്ന് പറഞ്ഞിട്ട് പൊക്കൂടായിരുന്നോടാ ഉണ്ണിക്കണ്ണ. കഷ്ടം. ഇപ്പൊ എയർലാവാൻ പോകുന്ന ആയിരിക്കും അണ്ണൻ. മിക്കവാറും ബിഗ് ബോസിന് ഇറങ്ങുമ്പോഴത്തേക്ക് സ്നേഹം വിളിക്കാൻ വേണ്ടി റോക്കറ്റ് എടുത്തിട്ട് മേപ്പോട്ട് പോകേണ്ട അവസ്ഥ മിക്കവാറും വരും. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിൽ. എന്തായാലും കൊള്ളാം ഗൈസ്, മൊത്തത്തിലപ്പൊ കൊഴുത്തിട്ടുണ്ട്. ബ്ലോക്ക് ഡാഡിയുടെ വികാരം നമ്മൾ മനസ്സിലാക്കുന്നു. ബ്ലോക്ക് ഡാഡി ഞാൻ ഒരു തരത്തിലും തെറ്റു പറയത്തില്ല. നമുക്ക് എന്താണോ തോന്നിയത് അത് തന്നെയാണ് ബ്ലോക്ക് ഡാഡിക്കും തോന്നിയത്. എന്തായാലും കൊള്ളാം, രസമുണ്ട്. ഇങ്ങനെയുള്ള പല ഐറ്റംസ് ഇനി പുറത്തോട്ട് വരട്ടെ. ഇനി മറ്റേ കൺഫെഷൻ റൂമിൽ ഇവിടെ ബ്ലോക്ക് ഡാഡി വിളിച്ച ആ ഒരു സാധനം കൂടെ ഇവിടെ വല്ല ഇരിപ്പുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് പുറത്തു വിടാം. അതിനൂടെ പുറത്തോട്ടാ പൊളിക്കും. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും തുടക്കം നമ്മുടെ സിബിൻ്റെ ആര്യയുടെയും ആ ഒരു ലൈവാണ് ഗൈസ്. ആ ഒരു ലൈവിനകത്ത് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സായിയെ നമ്മുടെ ബ്ലോക്ക് ഡാഡി വിളിച്ചെന്നും ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വാല് പിടിച്ചാണ് ഈ സാധനങ്ങളെല്ലാം വന്നത്. അതിന് സ്പെഷ്യൽ മെൻഷൻ സിബിൻ ബ്രോ നന്നായിട്ടുണ്ട് കേട്ടോ. ജാഫർക്ക് വന്നിട്ട് സിബിൻ്റെ അടുത്ത് ആ ഒരു ലൈവിൻ്റെ ആ ഒരു സംഭവം നിങ്ങൾ കണ്ടിട്ടില്ല, ഞാൻ വീഡിയോയുടെ ഏറ്റവും അവസാനം കൊടുത്തേക്കാം, അവിടെ പോയി കണ്ടാൽ മതി. ഓക്കെ, അപ്പം ശരി ഗൈസ്, കൂടുതലൊന്നും പറയില്ല. ഇതെനിക്ക് കണ്ടിട്ട് ചിരിച്ചിട്ട് ഊപ്പാട് വന്നു ഇങ്ങനെയുടെ വോയിസ് കേട്ടിട്ട്. സീരിയസ്ലി പുള്ളിയുടെ ദുരിതമാണ്, പക്ഷെ നമുക്ക് കോമഡി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് കാണുമ്പോൾ. ശരി ഗൈസ്, വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം ശരി, ടാറ്റ, ബൈ ബൈ, ഗുഡ് നൈറ്റ്. ശേഷം അങ്കിള് പിന്നെ എന്നോട് പറഞ്ഞത്, ഞാൻ ആക്ച്വലി സായി അകത്ത് കയറുന്നുണ്ട് എന്ന് ഞാൻ അറിഞ്ഞിട്ട് ഞാനാണ് സായിയെ വിളിച്ച് പറഞ്ഞത് അകത്ത് പോയിട്ട് നീ ജാസ്മിനോട് ഞങ്ങളുടെ എതിർപ്പ് അറിയിക്കണമെന്ന്. അതിന്റെ പേരിലാണ് സായി ആക്ച്വലി ആ വീടിനുള്ളിൽ ജാസ്മിനെ ഇരുത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞപ്പോൾ തന്നെ ബിഗ് ബോസ് ഇടപെട്ട് പുറത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പാടില്ലെന്ന് പറയും, സായിയെ പണിഷ് ചെയ്യുകയും ചെയ്തു. എന്നിട്ട് ജാസ്മിൻ ജയിലിലേക്കാണോ നോമിനേഷനിലേക്കാണോ എന്നറിയില്ല, സായിനെ നോമിനേറ്റ് ചെയ്തപ്പോൾ ഈ റീസൺ പറഞ്ഞു, വെളിയിലെ കാര്യങ്ങൾ എൻ്റെ അടുത്ത്. അപ്പൊ അങ്കിള് പറഞ്ഞു, ആ സമയത്തെങ്ങാനും എന്റെ മോളെ എന്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ കാണായിരുന്നു എന്ന് അങ്കിള് വളരെ ജോവിയലായിട്ട് പറഞ്ഞു. അപ്പൊ ഈ